യോഗ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനാകുമെന്ന് ജില്ലാ അഡീഷണൽ ജഡ്ജി PM സുരേഷ് അഭിപ്രായപ്പെട്ടു. പടന്നക്കാട് നെഹ്റു കോളേജിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൗഹൃദ യോഗ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, കാഞ്ഞങ്ങാട്. യോഗ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാനാകുമെന്നും ലഹരിയിൽ നിന്നും യുവാക്കളെ രക്ഷിക്കുന്നതിന് യോഗ പരിശീലനത്തിലൂടെ സാധ്യമാകുമെന്നും ജില്ലാ അഡീഷണൽ ജഡ്ജി PM സുരേഷ് അഭിപ്രായപ്പെട്ടു. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, തത്വമസി യോഗ ചികിത്സാ കേന്ദ്രം, ഗീതാഞ്ജലി നേച്ചർ ക്ലബ്ബ്, നെഹ്റു കോളേജ് NCC യൂണിറ്റ്, ആന്റി നാർക്കോട്ടിക് സെൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൗഹൃദ യോഗ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗൽ സർവീസ് അതോറിറ്റി ഈ പരിപാടിയിൽ പങ്കുചേരാൻ പ്രധാനമായിട്ടുള്ള കാരണം യോഗ എന്ന ഒരു ടെക്നിക്, ഒരു എക്സസൈസ്, സ്മോൾ എക്സസൈസ് ഞാൻ പറയുന്നില്ല, നമ്മുടെ ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത മഹത്തായ ഒരു ജീവന പദ്ധതിയാണ്. അപ്പോൾ അതുമായി ലീഗൽ സർവീസ് അതോറിറ്റി എന്തുകൊണ്ട് കൈകോർത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും തലമുറകളെ വളർത്തുന്നതിനും ഈ പദ്ധതിക്ക് എത്രമാത്രം കണ്ടുണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത്യാവശ്യം യോഗ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T ദിനേശ് അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ മുട്ടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറത്ത് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡോക്ടർ GK സീമ, M അനിൽകുമാർ, മനോജ് പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. തത്വമസി യോഗ കേന്ദ്രം സെക്രട്ടറി അശോക് രാജ് വെള്ളിക്കോത്ത് സ്വാഗതവും അനിൽ ഗീതാഞ്ജലി നന്ദിയും പറഞ്ഞു. 10 വയസ്സ് മുതൽ 45 വയസ്സ് വരെ വിവിധ വിഭാഗങ്ങളിലായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 80 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.